കാർത്തിക് സൂര്യയുടെ അച്ഛനെ കണ്ട് എനിക്ക് സമാധാനമായി. അപ്പോൾ ഉള്ളത് തന്നെ എത്ര വർഷടാ ഇവനെയൊക്കെ കണ്ടിട്ട് ജീവിതത്തിൽ, എത്ര വർഷം. ഒരുത്തൻ കല്യാണം കഴിഞ്ഞിരിക്കണേ ഉണക്കായിട്ട മറ്റേ ചങ്കോത്ത് ഉണക്കായിട്ട കരിമീനെ പോലെ ഇരിക്കണം. ഇതെന്താ ആരടാ? നീ അല്ലേ സിംഗിൾ എന്ന് പറഞ്ഞു? ഇവ സിംഗിൾ എന്ന് പറഞ്ഞല്ലേ? ഞാനേ ഇന്നലെ അല്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. എന്ത് ചെയ്യണ്ടേന്ന് റെക്കോർഡല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടോ? ഓക്കെ. സംസാരിക്കാൻ വരല്ലേ മച്ചാൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈ ബ്രോ പറഞ്ഞ് വരുന്നവനാണ് മറ്റേ വ്ളോഗിൽ കേട്ടോ. അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്നും ഇന്നലെ യൂസ് ചെയ്യാൻ തുടങ്ങിയതല്ല. എന്തായാലും എൻ്റെ അനുജൻ എത്തിയിരിക്കുകയാണ് ട്രിവാൻഡ്രത്ത്. ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. നമ്മൾ ഒത്തുകൂടാൻ ഒറ്റ കാര്യമുള്ളൂ, ലവൻ്റെ. അതെ, എങ്ങനെ എനിക്ക് ഒരു പിടിയില്ല സത്യം. ഭയങ്കര ഹ്യൂജ് സർപ്രൈസ് ആയിരുന്നു. എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ, അവർ തമ്മിൽ ഒന്നിക്കാൻ പോവാണ് സുഹൃത്തുക്കൾ. ഈ അവരെന്താണെന്ന് നാളെ നിങ്ങൾക്കറിയാം. ഇന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുക. നമ്മൾ പണ്ടേ ഒന്നിച്ചതാണ്. അതെ, പിന്നെ അവനും ഞാനും നീ എല്ലാം ഒരുമിച്ച് ഒന്നിച്ചതാണ്. ശസാൻ വരുമോ നീ? അതെനിക്കറിയാം. ഇത് വേറൊരു ഒന്നിക്കാം. അപ്പോൾ എന്തായാലും ഭീകര സംഭവമാണ്. അപ്പോൾ ഹമ്പിളളി എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ആ വിശേഷം അറിയാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ബാക്കി വിശേഷം കാർത്തിക്കും ടീമും എല്ലാവരും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊളിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്നാ പിടിച്ചു. എത്ര വർഷടാ ഇവനെയൊക്കെ കണ്ടിട്ട് ജീവിതത്തിൽ, എത്ര വർഷമായി. ഹലോ ഗൈസ്, കൊനിച്ചിവാ. ഇത്രയും നീറ്റ് ആവരുത് കേട്ടോ, ഒരിക്കലും ഇത്രയും നീറ്റ് എന്തിനാണ് നാളെ എൻഗേജ്മെന്റ് ഉള്ള സുഹൃത്തുക്കളെ? ചുമ്മാ വെറുതെ ആവശ്യമില്ല, ചുമ്മാ കള്ളം പറയുന്നത്. സത്യം ആരുടെ മച്ചാൻ്റെ നേരത്തെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുകയാണ്. അല്ല, ഇവൻ ശരിക്കും നമ്മളൊക്കെ ഈ പ്രാങ്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പേടിയാണ് ആക്ച്വലി. ഇവൻ നമ്മളെ പറ്റിക്കുന്നതാണോ എന്ന് പറയുന്ന സാധനം. ചെല്ലുമ്പോ പക്ഷെ ഈ മുടി ഭയങ്കര രസമുള്ള മുടി. ഇത് 2 ആഴ്ച അനങ്ങില്ല. കാരണം ആയാലും കണ്ട കട്ടക്കിരിക്കുന്ന അത്ര. നീ തൊട്ട് നോക്കിയാലേ എടാ, വീട് പണിക്ക് പോലും ഇത്രയും നല്ല സിമെന്റ് ഇടൂല. കണ്ട സാധനം എങ്ങനെയുണ്ട്? അങ്ങേ 2 പേർക്ക് അടിക്കാനുള്ള ഫ്രണ്ട് തല അടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കണം. നാളെ രാവിലെ ഇന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഇതേ കണക്ക് എഴുന്നേറ്റ് പോകണം. എനിക്ക് നീ നിനക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായടാ. മച്ചാ മാത്രമാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് ആണല്ലേ? എന്റെ മുതലാളിക്ക് അത് കഴിഞ്ഞു. നിനക്ക് എത്ര വയസ്സായി? 38. 31. എടാ ഇവ എന്താടാ വയസ്സ് പറയുന്നത്? ഒരുത്തൻ കല്യാണം കഴിഞ്ഞിരിക്കണേ ഉണക്കായിട്ട മറ്റേ ചങ്കോത്ത് ഉണക്കായിട്ട കരിമീനെ പോലെ ഇരിക്കണേ. ആ 31 പറഞ്ഞവന്റെ ബെനി ഒന്ന് പൊക്കി നോക്കണേ, മൊത്തം വെള്ളപ്പരവതാനി വിരിച്ച കണക്ക് രോഗം വെളുത്തിരിക്കുകയാണ്. നിക്കറൂരാനല്ലോ പറഞ്ഞു. എന്ത് ചിരിക്കണ? എന്തെണ്ണ ചിരിക്കണ? കാത്തിരിക്കേർന്ന് മുത്തേ നിന്നെ. എത്രയൊക്കെ കല്യാണം കഴിഞ്ഞു പോയാലും, എത്രയൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാലും നമ്മൾ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. മനസ്സിലായോ? ആര് കൈവേടാ? ഈ ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഒരിക്കലും അവസാനിക്കില്ല. കെട്ടാൻ പോകുന്ന പെണ്ണ് കണ്ടാലും കുഴപ്പമില്ല. അതെ അതെ, ശരി. അവർക്ക് ഇപ്പം അത് പറഞ്ഞു പറഞ്ഞ് ശീലായി. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് എനിക്ക് ഇവനോട് ഇഷ്ടമായി. എന്താ അത്രയ്ക്ക് വേണം? അയ്യോ, അത് വേണേ അവരോട് ചോദിച്ചു നോക്കിയാ. ഓസം ത്രീസം ഈസ് ബാക്ക് എന്ന്. ഇതെന്താ ആരടാ? നീ അല്ലേ സിംഗിൾ എന്ന് പറഞ്ഞ? ഇവ സിംഗിൾ എന്ന് പറഞ്ഞല്ല, ഇവ സിംഗിൾ എന്ന് പറഞ്ഞ. ആ മരപ്പട്ടി ആരാണ്? ഏത് എടാ? സാധനം കണ്ടോ നീ? എന്താ സാധനം നോക്കുന്നത്? പോത്തുംകാല് വരും. ഇതൊക്കെ ഇവിടെ ഉണ്ടോ നീ ചിന്തിക്കുന്നുണ്ടോ? ഇത് അർബൻ സ്പേസിലെ പുതുപുത്തൻ ഐറ്റം ബീഫ് വാരിയൽ. സിബ് ഇടാതെ. ഓക്കെ, ഇത് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. താങ്ക് യു വെരി മച്ച്. പോയാലോ?
പിന്നെന്ത്? നമുക്ക് ഉള്ളതാണോ ഇല്ലയെന്ന് ഒന്നും അറിയില്ല, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയിട്ട് എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചു നോക്കാം. തേച്ചത് തന്നെടാ, കണ്ണാടി ഊരാ തേച്ചത് തന്നെ. നിനക്ക് ടെൻഷൻ ഇല്ലേ? എനിക്ക് ടെൻഷൻ ഉണ്ട്. അവനെ വിളിച്ച് സ്വിച്ച് മച്ചാനെ ഇതെല്ലാവരെയും ചേർത്തുള്ളൊരു പ്രാങ്കാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇനി കല്യാണം കഴിക്കില്ല. എന്റെ ഇതാണ്, അവൻ ഇന്ന് പറ്റിക്കുകയാണെങ്കിൽ അവൻ ഇനി ജീവിതത്തിൽ കല്യാണം കഴിക്കില്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം അങ്ങോട്ട്. നമ്മുടെ പ്ലേസ് എത്താറായി. കാർത്തിക് സൂര്യ ഫാൻസ് ഒക്കെ വരുന്നുണ്ട്, 3 പേര്. ചുമ്മാ ഒന്ന് കയറി നോക്കാന്ന്. ഇവിടെ കയറി നോക്കുന്നോ? ഇത് അതല്ലേ അപ്പൊ അറിയാം. ചെറിയങ്കീഴ് താഴെ സദ്യ തുടങ്ങിയിട്ടില്ല, മേളില് പാട്ട് കോപ്പിറൈറ്റ് ആണ്, നിർത്താൻ പറഞ്ഞു. കാർത്തിക് സൂര്യയുടെ അച്ഛനെ കണ്ട് എനിക്ക് സമാധാനമായി. അപ്പോൾ ഉള്ളത് തന്നെ. ഇത് സന്ദീപ് അല്ലേ ഡ്രൈവർ? ഈ കറുത്ത ഷർട്ട് ഇട്ടേക്കുന്നത് അല്ല, സന്ദീപ് അല്ല, സന്ദീപിന്റെ ചേട്ടനായിരിക്കും. അതുപോലെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയി നോക്കിയാലോ? വാ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അമ്മ അവിടെ സുഖമാണോ അണ്ണ? ഇന്നലെ കൂടെ അണ്ണന്റെ മറ്റേ സുർബിയാൻ സൂപ്പ്, എന്തൊരു സൂപ്പ്? എന്ത് സൂപ്പ്? ചിക്കൻ പച്ച കളറ് വളർന്നു പോയല്ലോടാ നീ ചുക്കു. എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ അല്ലേ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അധികം ഇതൊന്നും ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് വേറെ ഒന്നും, എനിക്ക് ഇവനെ കണ്ടോടെ സമാധാനമാണ്. ഇനിയും എൻ്റെ കല്യാണം അല്ലെ പോട്ട്, ഇതിൻ്റെ 2ാമത്തെ എപ്പിസോഡ് അടക്കാം. 2ാമത്തെ എപ്പിസോഡിൽ കാണാം. ഇതിവിടെ വെച്ച് നിർത്തുകയാണ്. സമാധാനം. എനിക്ക് അത് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് നടത്താം. നീ 3ാമത്തെ എപ്പിസോഡ് അല്ലേ? ഓക്കെ, ബൈ ഗൈസ്. മോനെ, എനിക്കിതൊന്നും അല്ല വലുത്. ഫുഡെന്നായിരിക്കും നീ വിചാരിക്കുന്നത്? അല്ല, പിന്നെ കല്യാണം. ആ കല്യാണത്തിന് ഞാൻ കാത്തിരിക്കുകയാണ്. നമസ്കാരം. ഓക്കെ.